ഇത് നമ്മളെ മോനാന്ന്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണോ മോനാ? എന്നാ മോനെ ചാനലിൻ്റെ പേര്? എൻ്റെ ജോപ്പൻ്റെ യാത്ര എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എത്രയായി യാത്ര തുടങ്ങിയിട്ട്? യാത്ര തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര കൊണ്ടാണ് പൂർത്തിക്കാൻ? ഒരു 2 വർഷം കൊണ്ട് പൂർത്തിയാവും. അവിടെ സ്റ്റേ എങ്ങനെയാണ്? സ്റ്റേ വഴിയിൽ എവിടെയെങ്കിലും കളിക്കാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നും നമുക്ക് വേറെ മറ്റുള്ള പോലെ നമുക്ക് ഫ്രീ ഫ്ലൈയിങ് ബേർഡ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അതങ്ങ് പോട്ട് ഫുൾ പുകയാണ്. എന്നാ പുകയെന്നറിയാം. എൻ്റെ നടുവിൻ്റെ വണ്ടിയിലേക്ക് പോയി ഒറ്റ ഓട്ടം ഓടിയതാണ്. അതിനിടയിൽ ആ അമ്മേനെ കണ്ടപ്പോൾ ഐസ്ക്രീമിൻ്റെ ആടെ നിർത്തിയിട്ട് ഒന്ന് ഐസ്ക്രീം കുടിച്ചു, അത്ര തന്നെ. യാത്ര എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കെപ്പോഴും സുഖവും സന്തോഷവും തരുന്ന ആരും ബേക്കരുത് കേട്ടോ. യാത്ര എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇലകൾ നല്ല തളിരില കണ്ട മുകളിൽ പോകുന്നതിൻ്റെ പുക വരെയും കടിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടാണുള്ളത്. നമ്മളിപ്പം മീനങ്ങാടി പിന്നെ മാനിക്കാവ് ശ്രീ ശിവക്ഷേത്രം സ്വയംഭൂവാണ്. സ്വയംഭൂ ശിവക്ഷേത്രം വന്നു അവിടത്തേക്ക്. അവർ 2-ാം തീയതി ക്ഷണിച്ചായിരുന്നു. അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരാൾ പറ്റിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങളെ വിളിച്ചില്ല, വിളിച്ചാളൊന്നും തന്നില്ല. അവർക്കൊന്നും പറയാനും കഴിയില്ല. കാരണം അവർക്കൊരു മര്യാദ കാണിക്കാം. കാരണം അവരെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തതല്ലേ നമ്മൾ. അപ്പോൾ അവർക്കൊരു മര്യാദ കാണിക്കാം. അതും രാത്രി അസമയമാണ്. അദ്ദേഹത്തിന് വേറൊരു വഴി ഉണ്ടാവില്ല. ഒന്ന് സാമാന്യം വെച്ച് എത്തിക്കണ്ടേ. നമ്മൾ പിന്നെ ആരെയും ഷൗട്ട് ചെയ്യാൻ നിൽക്കാറില്ല. നമ്മൾ കാര്യങ്ങൾ പറയും. ആരോടും നിർബന്ധം പിടിച്ച് നമ്മൾ വാങ്ങിയിട്ട് പോകാറില്ല കേട്ടോ. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് സത്യസന്ധമായി വന്ന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ അടുത്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ആശ്രയിക്കൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഭഗവാന് പോയി ചെയ്ത് കൊടുക്കും. ഇപ്പം നമുക്ക് വേറെ വഴിയും വരുമാനവും ഇല്ല, ആരും സ്പോൺസറൊന്നും ഇല്ലാതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ അടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയും. പക്ഷെ അവർ അതൊന്നും ക്ഷേത്രമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ദൈവമോ കാര്യമോ ഇല്ലാത്ത സ്ഥലത്ത് ക്ഷേത്രം വന്നിനി അത് ക്ഷേത്രമല്ലല്ലോ, ബിസിനസ് കേന്ദ്രമല്ല. അതിന് ക്ഷേത്രം എന്ന് പറയില്ല, കച്ചവട കേന്ദ്രമാണ്. നമുക്കൊരു ദൈവമോ കാരുണ്യോ ഒന്നും കാണിക്കില്ല. അവർ വെറും ബിസിനസ്സിൻ്റെ ആ മൈൻഡായ അവർക്കുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ ആ ബിസിനസ് മൈൻഡിലാണ് അവർ ആ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരു വ്യക്തി അവിടെ വന്നിട്ട് നമ്മളിങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞപ്പം, അല്ലെങ്കിൽ നമ്മൾ അവരെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ആ 10 പേരെ മുന്നിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും വർഷം ജനിച്ച് കാസർഗോഡ് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാനറിയില്ല. വയനാട്ടിലായിരുന്നു എത്രയോ വർഷങ്ങൾ ഞാൻ വയനാട്ടിലും ഇതുപോലെ തന്നെ ഗുരുകുലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വൈത്തിരിന്ന് വയനാട് ഒരു വക എല്ലാ സ്ഥലത്തും ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാനിക്കാവ് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. മലേൻ്റെ മുകളിൽ നിന്ന് അല്ല, ഇത് അരുവിയിൽ നിന്ന് വന്നിട്ട് ഭഗവാന്റെ ശിരസിലാണ് വെള്ളം വീഴുന്നത്. 24 മണിക്കൂറും മാനിക്കാവിലെ മഹാദേവൻ്റെ തലയിൽ, സ്വയംഭൂ ഭഗവാന്റെ തലയിൽ ജലധാര വന്നുകൊണ്ട് വീണുകൊണ്ടേയിരിക്കും, ജലം വന്ന് വീണുകൊണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾ കാണണ്ടേ? അത് നല്ല മനുഷ്യന്മാരാണ്. കാരണം എന്നാ പെരുമാറ്റം എന്നറിയാം. അവിടുത്തെ ശാന്തി ആയിക്കോട്ടെ, അവിടെയുള്ള കമ്മിറ്റിക്കാരായിക്കോട്ടെ, എല്ലാവരും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് വരയാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആ വീഡിയോ ഇപ്പം നിങ്ങളെ മുന്നിൽ വരാൻ വേണ്ടി പോവാന്ന്. ഇപ്പം വരും. ഇപ്പം ഈ നിങ്ങളത് അത് വന്നതിന് ശേഷം നിങ്ങളത് ഈ വീഡിയോ വരും. എന്നാലും ഞാൻ പറയുന്നത് മാത്രമാണ്, അവിടുത്തെ ബാബുവാട്ടൻ, അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഒന്നും പറയണ്ട, വേറെ ലെവലാണ്. നമുക്കിഷ്ടം തോന്നിപ്പോയി എന്ന് വെച്ചാൽ നമുക്കവിടുന്ന് പോകാൻ തോന്നിയിട്ടില്ല. കാരണം അത്രയും നല്ല പെരുമാറ്റവും അത്രയും സ്നേഹവും അത്രയും കരുതലുമാണ്. പിന്നെന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി നല്ല നല്ല ക്ഷേത്രങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അതൊന്നും ക്ഷേത്രമല്ല, കച്ചവട കേന്ദ്രം,
ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരും. അവിടെ പോയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാണ്ട് അവിടുത്തെ ദുരിതം കൂടി നിങ്ങൾ വാങ്ങി വെക്കുകയുള്ളൂ. ഇത് ഞാൻ ഉപാസിക്കുന്ന മഹാദേവന്റെയും മഹാദേവിയുടെയും തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ എത്രയോ പേരുടെ ശാപം വാങ്ങി വെച്ച ക്ഷേത്രമായിരിക്കും. അത് നിങ്ങളെ ശിരസിൽ വന്നു പോകും. ഇതുപോലുള്ള നല്ല മനുഷ്യർ കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇഷ്ടം പോലെ. അവിടെ നിങ്ങൾ പോകുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ എന്താ പറയുക സങ്കടത്തിനുള്ള പ്രതിവിധി അവിടെ ഉണ്ടാവും. അതിലൊരു സംശയം വേണ്ട. ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ ആ ക്ഷേത്ര ഭാരവാഹികളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഭഗവാൻ എങ്ങനെയാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ചുറ്റുമുള്ള ആ ജനങ്ങളെ പെരുമാറ്റം, ആ പ്രകൃതിയുടെ അനുഭൂതി, ചിലപ്പോൾ ദൈവം ഉണ്ടാവും, പ്രതികരിക്കുന്നുണ്ടാവില്ല. കാരണം മരവിച്ചു പോയ മനുഷ്യന്മാരനെ ഇപ്പോൾ എത്രയോ മരവിച്ചു പോയ വിടറില്ലേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നല്ല നമസ്കാരം. നമുക്ക് പുതിയ കാഴ്ചയും പുതിയ ഇതുമായിട്ട് ഞാൻ ഇതാ വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് കൂടുതൽ ഓർക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് വേഗം വരാം. ഏതായാലും എന്നെ സഹിച്ചതും എന്നെ കൊണ്ടു നടക്കുന്നതുമായിരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ വ്യൂസിന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സമാധാനവും, നിങ്ങളെപ്പോഴും ചിരിക്കുന്ന മുഖം കണ്ടാൽ മതി. നിങ്ങൾ ആരും സങ്കടപ്പെടാതെ കരയാതെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടാൽ മാത്രം മതി. എനിക്ക് വെറുപ്പൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. കാരണം ക്രിസ്ത്യാനി പറയുന്നു, ക്രിസ്ത്യൻസിലെ എല്ലാ ആൾക്കാരും പറയുന്നു യേശു അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവർക്ക് വേണ്ടിയാണ് മരണപ്പെട്ടത്. അപ്പം അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയൊന്നും ആവാൻ പറ്റില്ലെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക, അറിയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അപ്പം നിങ്ങൾ ഇന്നുവരെ കാണാതെ കേൾക്കാതെ പല പല അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കൂടി നമ്മുടെ ചാനലിലേക്ക് കൂടി അറിയാനും കാണാനും പറ്റും. അപ്പം ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി, നല്ല നമസ്കാരം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ കയറുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് വയ്യ മനസ്സിലായിക്കോളും. ഭഗവാനെ വെച്ച് പൂജിക്കുന്നതും ആരെയാണ്, എന്താണ്, എങ്ങനെയാണ് ആ വെച്ച് പൂജിക്കുന്ന ആളെന്താണ്, എങ്ങനെയാണ് ആ പ്രതിഷ്ഠിച്ച ആൾ തന്ത്രി എങ്ങനെയാണ് ഒക്കെ നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല വന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത്, ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും. ആ ക്ഷേത്രം ഉയരുന്നത് ആ ദേശം ഉയരുമല്ലോ, അവിടുത്തെ ഓരോ മനുഷ്യരും. ഇല്ലെങ്കിൽ ഇപ്പം 5 ആളെ തലക്കടിച്ചു വന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലൊന്നും ആയിരിക്കില്ല ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതിലും വലിയ ദുരന്തങ്ങളാണ്. ഞാൻ അതിന് മുമ്പിട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം കടിച്ചു നിർന്ന കാലം അധികം വിദൂരമല്ല. നിങ്ങളെ നിയമവും കോടതിയും പോലീസും ഇതൊന്നും അവിടെ ഒരു വാതകവും വരില്ല. കാരണം സൈക്കോളായിട്ട് മാറിയെന്ന് ഇടാം, എല്ലാം സൈക്കോളായിട്ട് മാറിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരാളോട് തമാശ വരെ പറയാൻ ശ്രദ്ധിച്ചോണം, തമാശ പറയാൻ. അല്ലെങ്കിൽ എങ്ങനെ തലക്കടി വരുമെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ എങ്ങനെ കൈ വന്നു, എങ്ങനെ തോന്നുന്നു ആ മനുഷ്യന്മാർക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് മൃഗങ്ങളെ കൊല്ലുന്നതെല്ലാം ഒഴിവാക്കണം, അതിൻ്റെ മൃഗങ്ങളെ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ഒഴിവാക്കണം. അല്ലെങ്കിൽ മൃഗസ്വഭാവം ഉണ്ടാവും. മനസ്സിലായ? ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടാവില്ല, ഇരുന്ന് ആലോചിക്കാൻ മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൃഗസ്വഭാവം വരുന്നതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ്. നല്ല നമസ്കാരം. പച്ചക്കറി കഴിച്ചാലും മൃഗസ്വഭാവം ഉണ്ടാവും, മാംസം കഴിച്ചാലും മൃഗസ്വഭാവം ഉണ്ടാവും. കാരണം നിങ്ങളെ ഗുണങ്ങളാണ് നിങ്ങളിൽ കാണിക്കുക. അപ്പം നിങ്ങളെന്താക്കുക? നാമജപം ചെയ്യാം. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വർണ്ണത്തിലും ഏത് ഗോത്രത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള മഹിഷാസുരനെ നിഗ്രഹിച്ച് നിങ്ങളെന്താക്കുക? ശാന്തസ്വരൂപമായി ജീവിക്കാൻ ശ്രമിക്കുക. ഒത്തിരി നല്ല നമസ്കാരം. ഗുരുനാഥൻ എപ്പോഴും പറയും ഘടനം. ഗുരുനാഥൻ പറയും പക്ഷികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, മൃഗങ്ങൾക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മരങ്ങൾക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തൊട്ടാവാടി നമ്മൾ തൊടുമ്പൊക്കെ എങ്ങനെ വാടിപ്പോന്നു, നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അത് വീണ്ടും ഇതാവുന്നില്ലേ? തൊഴുകന്നി നമ്മൾ അവിടെ പോയി മുന്നിലേക്കുമ്പോൾ തന്നെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളെ തൊഴുന്നുണ്ടില്ലെങ്കിൽ. അപ്പം അതങ്ങനെയാണ്. നമുക്ക് ഈ പ്രകൃതിയിൽ നമുക്കറിയില്ല വെച്ചാൽ അതൊന്നും ഇല്ലയെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളെപ്പോലെ എല്ലാത്തിലും ജീവനുണ്ടെങ്കിൽ ആ ജീവനുള്ള എല്ലാം നമ്മളെപ്പോലെ തന്നെ തിരിച്ചറിയാൻ ശക്തിയുള്ളതാണ്. അതിന് തലച്ചോറ് വേണമെന്നൊന്നുമില്ല.
തലച്ചോറുള്ളതിനെന്ന് എന്നാ മനസ്സിലാകുന്നു ഈ സംഭരെ? തലച്ചോറുള്ളവനല്ലേ ഇപ്പൊ തലച്ചോറ് അടിച്ചു പൊളിക്കുന്നത്, കണ്ടില്ലേ? തലച്ചോറുള്ളവനാണ് തലച്ചോറിനെ അടിച്ചു പൊളിക്കുന്നത്, തലക്കനല്ല അടിക്കുന്നത്. അപ്പൊ തലച്ചോറുള്ളതുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ജീവിക്കാൻ അധികാരമില്ലാന്ന് ഞാൻ എപ്പം പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും നമ്മളൊന്നിനും കൊല്ലരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും മുമ്പേ വന്നവരാ അവരൊക്കെ, അവരെ പരമ്പര. നമ്മൾ പിന്നീടാ വന്നിനി. നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ, ഭൂമിയിൽ സന്തോഷകരമായി ജീവിക്കാൻ അധികാരമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്കും അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോലെ അത്ര ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് ഉള്ളത് സത്യമാണ്. നമ്മളെപ്പോലെ ഇവിടെ നാക്കുന്നു ഇല്ല, കുയ്യലും കുഴിച്ച് വെക്കുന്നുണ്ടല്ലോ. ഇത് റോഡ് വീതി കൂട്ടിയിട്ട് മൊത്തം കരിങ്കല്ലാണ്. അതെല്ലാം പൊട്ടിച്ചിട്ടാണ്. മലേന അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അത് പിന്നെ ഇതുപോലെ ഓരോ പരിപാടി ചെയ്ത് നോക്കുമ്പോൾ അന്ന് എല്ലാം ഇടിച്ചു കഴിഞ്ഞ് താഴോട്ടേക്ക് വരുന്നുണ്ടാവുക. ഇത്രയും വർഷം ഒന്നും അങ്ങനെ ആവാതെ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ആവേണ്ടിക്കൊന്നുമില്ല, ഉണ്ടാവില്ലല്ലോ. എന്നോട് ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു, ഗുരുജി നിങ്ങൾ ഇപ്പം ഇങ്ങനെ സംഭവം നടന്നില്ല, ഒരു ആൾക്കാർ തലയെല്ലാം അടിച്ചു പൊടിച്ച് ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ നടക്കുക, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് അതൊന്ന് ഗുരുജിയിൽ പറയാൻ പറ്റുമെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ ആ ഒരു കാര്യം പറ്റില്ലല്ലോ നമ്മളെ യാത്ര. നമ്മളെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞു തരാനും നെഗറ്റീവ് വഴിയിലെ കൂടി കൊണ്ടുപോകാനല്ല, പോസിറ്റീവ് വഴിയിലെ കൂടി നിങ്ങളെ കൈപിടിച്ച് നടക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കയ്യിൽ പോലും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരവും സ്നേഹവും എല്ലാം ഒക്കെ നമ്മളൊരാളെ വെറുപ്പിക്കാൻ നമുക്ക് വേഗം കഴിയും. ഒരാളെ സ്നേഹിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സ്നേഹം നമ്മൾ അറിഞ്ഞു കൊടുത്താൽ തിരിച്ച് അറിഞ്ഞു കിട്ടും. അതങ്ങനെയാണ്. നമ്മൾ സ്വാർത്ഥ സ്നേഹം കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും. എല്ലാവരും സ്നേഹിക്കുക, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക, എല്ലാത്തിനെയും നിങ്ങൾ ചേർത്ത് പിടിക്കുക. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ മനുഷ്യത്തിൽ നിന്ന് മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പോവുക. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? മനുഷ്യത്തിൽ നിന്ന് മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പോവുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, കാട്ടിൽ ഈ പറഞ്ഞ സാധനമൊന്നും ഇല്ലാന്ന് നിങ്ങൾ കേൾക്കണ്ട. കാട്ടിൽ ഈ പറഞ്ഞ സാധനം കരടിയും ഉണ്ട്, പുലിയും ഉണ്ട്, പിന്നെ ആനയുണ്ട്. എല്ലാ ജീവികളും ഇപ്പം കാട്ടിലുണ്ട്. ഒന്നും നശിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മൾ പുറം കാട്ടിലായതുകൊണ്ടാണ് നമുക്ക് തിരിയാതെ. പക്ഷെ ഉൾക്കാട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഇന്നുവരെ കാണാത്ത ജീവികൾ വരെ ഉണ്ട്. ആമസോൺ കാട്ടിലെല്ലാം പറഞ്ഞിട്ടില്ല നിങ്ങൾ, അതിലില്ലാതെ പാമ്പുകളില്ല, അതിലില്ലാതെ ജീവികളുമില്ല. അതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ അതീവ ശക്തമായിട്ടുള്ള മലമ്പാമ്പടക്കമുണ്ട്, പിന്നെ കാട്ടുപോത്തുകളുണ്ട്. അതിൽ ചിലതൊക്കെ വഴിതെറ്റിപ്പോയിട്ട് നമ്മൾ പുറത്തേക്ക് വരും. നമ്മളിപ്പം ചിലപ്പം വഴിതെറ്റി പുറത്തേക്ക് പോകുന്നില്ലേ? ഇപ്പം നിങ്ങൾ 4 കൃഷിയിടം നശിപ്പിച്ചു എന്ന് വെച്ചിട്ട് ഒരു ജീവനെ നിങ്ങൾ ബലിച്ചെടുക്കുന്നത്, അതൊരു പന്നിയായോണ്ടല്ലേ. എന്നാൽ പിന്നെ ഇപ്പോൾ കുറേ ആളെ തലടിച്ചോട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതുപോലെ ചെയ്യാതെ ഓനെ പിടിച്ചോളണം നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാതെ? എല്ലാ ജീവികളും ഒരുപോലെ തന്നെയാണ്. അത് അവരെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നുള്ള അവരെ തലച്ചോറിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അതിലങ്ങനെ അവർക്ക് പണ്ട് എപ്പോഴെങ്കിലും അടുത്തെങ്കിലും അടിയോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടാവാം. അങ്ങ് നമ്മൾ കോയമ്പത്തൂർ ഭാഗത്ത് ആ ഭാഗത്തെല്ലാം പോയിക്കുമ്പോൾ അല്ലെങ്കിൽ കർണാടക ഭാഗത്ത് അല്ലെങ്കിൽ എന്തിനു പോകണം മഹാരാഷ്ട്ര പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പന്നിക്കൂട്ടം റെയിൽവേൻ്റെ അതിലെ കൂടി ഇങ്ങനെ പോകുന്നതാണ്, അച്ചിയും കുട്ടിയെല്ലാം ഇട്ട്. ഞാനിപ്പോൾ കേദാറിൽ പോകുമ്പോൾ ഞാൻ വീടെത്തിട്ട് കുറേ മുമ്പ് അതിലിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാരും മാധ്യമങ്ങളും കൂടിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് എല്ലാ ജീവികളും കൊന്നു കഴിഞ്ഞാൽ നാട്ടിലെ ജീവികൾ ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിലെ ജീവികൾ തീരുമ്പം കാട്ടിലെ ജീവികൾ തീരുമ്പോൾ നാട്ടിലെ ജീവികൾ കയറി വരും. അതായത് കാട്ടിലെ മൃഗങ്ങൾ ഇല്ലാതാകുമ്പോൾ നാട്ടിലെ മൃഗങ്ങൾ പുറത്തേക്ക് വരും. അതായിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടതൊന്നുമല്ല കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വാക്യങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിലും വലിയ വരുത്താന്ന് വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങൾ സ്വയം അനുഭവിച്ച് തീരാനുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായി സ്വയം വരുത്തിച്ച് വെച്ചതാണ്. അത് നിങ്ങൾ തന്നെ ഉപയോഗിക്കണം, അത് ഇല്ലാണ്ടൊക്കെണ്ടെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ അക്രമ സ്വഭാവങ്ങൾ വരാനൊരു കാരണം എന്തുകൊണ്ടായിരിക്കും? മറ്റുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ
അല്ലെങ്കിൽ നിങ്ങളെ ഓരോ കുടുംബത്തോടും ഞാൻ എന്നെ പറയാം, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ കുടുംബത്തെ മൊത്തം ഛിന്നഭിന്നമാക്കാൻ ആ ഒരാൾ മതിയാവും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കുട്ടികളെ ചോദ്യം ചെയ്യുക, കുട്ടികളെ പിടിച്ച് പേടിപ്പിക്കുക, നിങ്ങൾ ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും അല്ല വേണ്ടേ. അവരെ കൂടെ ചേർന്ന് നിൽക്കുക. അവരൊറ്റപ്പെട്ട് പോയി എന്ന് തോന്നിടത്തുനിന്ന് ഒറ്റപ്പെട്ടിട്ടില്ല, നമ്മളൊക്കെ ഉണ്ട് നിൻ്റെ കൂടെ എന്നുള്ള കാണിച്ചു കൊടുക്കുക. അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു വൈബ് ഉണ്ടാക്കി കൊടുക്കുക. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ആരും അവരുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും അറിയാനും ആ ഒരു സമയത്ത് അങ്ങനെയാണ്. അവർ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി സ്കൂളിലെത്തിയിട്ട് വീട്ടിലെത്തുന്നവരുള്ള ഓരോ സംഭവങ്ങൾ ചില മക്കൾ അച്ഛനോടോ അല്ല അമ്മയോടോ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് അടക്കാലത്ത് എന്തായി, അച്ഛനമ്മയും കേൾക്കാൻ സമയമില്ലാണ്ടിരിക്കുമ്പോൾ അന്ന് മറ്റൊരാളെ തേടി പോകുന്നു. അത് ചിലപ്പോൾ കാമുകനായിരിക്കാം, അല്ലെങ്കിൽ നല്ല സുഹൃത്തായിരിക്കാം. ചിലവിടെ അത് വെച്ച് മുതലെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കാതെ നിങ്ങളെന്ത് ചെയ്യാം, അച്ഛനമ്മമാർ കേൾക്കുക, അല്ലെങ്കിൽ ആങ്ങമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏച്ചി മാറുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ അച്ചാച്ചനോ അല്ല അമ്മമ്മയോ ആരും കൊണ്ടെങ്കിൽ കേൾക്കുക, അല്ല മാമന്മാരുണ്ടെങ്കിൽ കേൾക്കുക. കുട്ടികൾക്ക് ആവശ്യം എന്താണ്, കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അത് സാധിപ്പിച്ചു കൊടുക്കണം. അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവരോട് സമയം പറയാം, കുറച്ച് സമയം എനിക്ക് തരണം, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളാം. അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾ തമ്മാമൽ അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. നമ്മളൊരു ഒരു ഗെയിമിൻ്റെ ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ, പ്രേതം പോലെ നടന്നു വന്നിട്ട് ഒരാളെ കടിച്ചിട്ട് അവനും പ്രേതമായി പോകുന്ന ആ അവസ്ഥയിലേക്കാണ് ഇനി ഇത് വരിക. കാരണം എല്ലാം വിദേശ രാജ്യങ്ങളെ അനുകരിക്കുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് നല്ലതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പൈസ കൊടുത്തിട്ടല്ല ഒരാൾക്കാണ് കാവലെടുത്തുന്നത്. ഓരെങ്ങനെ പിന്നെ ആ സാധനം വിദേശത്ത് പോലും ഇവിടെ എത്തുന്നു. ഇപ്പോൾ ഇതിനിടെ പാർസൽ പിടിച്ച് അങ്ങനെ പിടിച്ചു, അങ്ങനെ ഇത്രയും സെക്യൂരിറ്റി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തുന്നത്, അങ്ങനെ എത്താൻ പറ്റി. നിയമം കർശനാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് ഒരാൾ ഒരു സാധനം കൊണ്ട് വരുമ്പോൾ അവൻ്റെ ആ ബാഗ് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ തുറന്ന് അവൻ്റെ നല്ല നല്ല സാധനം എടുത്തുകൊണ്ട് അതിൻ്റെ മോശം സാധനം അടിയിട്ട് ഉപയോഗിച്ച് കീറിയ പോലെ അടിയിട്ടിട്ട് സാധനം എടുക്കാൻ വരുമ്പോൾ എന്തായി, റൺവേയിൽ വന്ന് നിന്ന് സാധനം എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തായി, എല്ലാം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്ത് ചെയ്യും? ആരോടാ പറയുക? ചോദിക്കേണ്ടവരോട് ചോദിക്കണം. എന്നോട് കുറെ കൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അല്ല, ഞങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് പറയുന്നതല്ല. ഒരാളെ അനുഭവങ്ങൾ ഇത്രയും വർഷം അങ്ങ് വിദേശത്ത് ആരാണ്ട മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് ആ ഒരു സാധനം ഒരടിക്ക് കൊള്ളടിക്കുന്നു ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഗോഡൗണിന്ന്. ആരാന്ന് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അവരെല്ലാം ചോദ്യം ചെയ്യണം. ഒന്നൊക്കെ സാധനം കിട്ടൂലേ? അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരി അറസ്റ്റ് ചെയ്യണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു കോൺട്രാക്ടറുണ്ടാവില്ലേ, ഓനെ അറസ്റ്റ് ചെയ്യണം. അന്നേരം ഓനെ കണ്ടെത്തിക്കൊള്ളുമല്ലോ. അല്ലാണ്ട് പിന്നെന്താ ചെയ്യുക? നമ്മളൊരു ജീവി നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാണ്ട് ഒരു ജീവി നമ്മൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. വെറുതെ കൂടെ പോകുമ്പോൾ ഒന്നും കിട്ടാണ്ട മോനല്ലോ, ഒന്ന് അവനെ പേടിക്കഴി കളയാന്ന് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മാനസികമായിട്ട് ഒന്നും കുഴപ്പമുണ്ടാവും. അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ഇതിനെ പറയാം. അത്രയും അറിയും. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ഇങ്ങോട്ട് സംസാരിക്കാം. എന്താ ക്ലാസ്, എങ്ങനെയാണ് ക്ലാസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിന് ആദ്യം എന്ത് ചെയ്യണമെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് നല്ലൊരു സമയം ഞാൻ കണ്ടെത്തിക്കൊള്ളാം. എന്നിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓരോ ടിപ്പുകൾ അതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, കുട്ടികളോട് എന്ത് രീതിയിലാണ് പെരുമാറേണ്ടത്, കുട്ടികളോട് എങ്ങനെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുക, അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്നുണ്ട്. നല്ല നമസ്കാരം. മൂത്രം മണക്കുന്ന കിടന്നു. എന്തോ ജീവികളുണ്ട് ഇതിൻ്റെ അടുത്ത്, ആനയോ അല്ലെങ്കിൽ എന്തോ ഉണ്ട്. കൊള്ളര രണ്ടോ അവിടെ നിന്നിട്ട് എന്നാ അവരടി കാട്ടുള്ളൂ. എന്നാ ശിവോഹം നമുക്ക് അതിന് മാനിക്കാവിലെത്താനാകുമ്പോൾ നമ്മളൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അതിനിടയിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് ലക്ഷ്യം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്ഥലത്ത് എത്തിപ്പെടരുത് സാധാരണ. എന്തായാലും നമുക്ക് നോക്കാം. ഭഗവാൻ എവിടെ എത്തിക്കും, നമ്മൾ എവിടെ വിളിക്കുന്നു അവിടെ ഫസ്റ്റ് പോകും കേട്ടോ. അത്രേ എനിക്ക് പറയാൻ പറ്റും. എന്നാൽ ശരി, തിരിച്ച് 7-ാം തീയതി നമുക്ക് കണ്ണൂരിലേക്ക് വരേണ്ടതാണ്. കാരണം കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രത്തിൽ
ഈ വർഷത്തെ പൊങ്കാല 7-ാം തീയതിയാണ് വരിക. അപ്പോൾ അതിൻ്റെ അധികാരികൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മമാരാണ് ക്ഷണിച്ചത് കേട്ടോ. അതിൻ്റെ കമ്പനിക്കാരല്ല, അമ്മമാരാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അധികാരികളായ അമ്മമാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. രാവിലെ 2 ലക്ഷം പൊട്ടും നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇനി ഉച്ചക്ക് ചോറ് കഴിച്ചില്ല. ഇപ്പോൾ സമയം 2-3 മണിയാകാനായി. എന്നാൽ നല്ല നമസ്കാരം.